അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ഡിസൈൻ നമുക്ക് ഇതിലൊറ്റ പീസായിട്ടല്ല, നമ്മൾക്കിത് പല പാർട്സായിട്ടായിരിക്കും കിട്ടുക. ഇപ്പോൾ ഇത് പോർഷേൻ്റെ ഡിസൈൻ അല്ല, ഇത് F1ൻ്റെ ഡിസൈനാണ്, F1 ലാർജിൻ്റെ. അപ്പോൾ ഈ ഡിസൈനായാലും F1 ലാർജിൻ്റെ ഡിസൈനായാലും എല്ലാം ഒരേപോലെയാണ് ഇത് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഒറ്റ പോർഷേൻ്റെ സിംഗിൾ പീസേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് ഈ F1 ലാർജിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കിതിൽ നമ്മളിവിടെ തന്നെ ഇതിൻ്റെ ടേപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ കറക്റ്റ് ഫോർമാറ്റിൽ അങ്ങനെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാം അതെങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന്. ഈ F1 ലാർജിൻ്റെ ഡിസൈനാണ് നമ്മൾ ഈ ബോക്സിലുള്ളത്. സോ നമുക്കിത് പാർട്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് കണ്ടോ, ഇത് പലതും പല പീസസ് ആയിട്ടാണ് നമുക്കുള്ളത്. സോ ഈ ഒരു ഡിസൈനായാലും പോർഷെ ആയാലും നമുക്ക് ഇങ്ങനത്തെ 4 പീസാണുള്ളത്. സോ F1ൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ 4 പീസ് അല്ലാതെ ഇവിടെ ഈ ഒരു കണക്ടറും പിന്നെ ഇവിടെയുള്ള ഇതും നമുക്ക് സെപ്പറേറ്റ് ആണ്. നമുക്ക് പോർഷയിൽ അങ്ങനെയല്ല വരുന്നത്, പക്ഷെ നമുക്ക് F1ൻ്റെ കാര്യത്തിൽ ഈ 2 കണക്ടർ എക്സ്ട്രാ വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ഈക്വൽ ആയിട്ടുള്ള 4 പാർട്സ് നമ്മൾ ഈ വാളിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ പസിൽ അറേഞ്ച് ചെയ്യണ പോലെ അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ. അപ്പോൾ നിങ്ങൾക്ക് വേറെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾ ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും.